നമസ്കാരം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഇന്നത്തെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരുടെ ഒക്കെ അവസ്ഥ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ചിത്രങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ലാത്ത തൃശൂർ മേയർ ഇപ്പോൾ വലിയ ചർച്ചയാകുകയാണ്, വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇരയാകുകയാണ്. കാരണം സുരേഷ് ഗോപിയുമായി അദ്ദേഹം മാന്യമര്യാദയ്ക്ക് സംസാരിച്ചു, അദ്ദേഹത്തോട് മാന്യമര്യാദ രീതിയിലുള്ള പെരുമാറ്റം നടത്തിയെന്നത്. ഇത് സഹിക്കവയ്യാതെ ഇരിക്കപ്പൊറുതി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി നേതാക്കന്മാർക്ക്. ഒടുക്കം അഹങ്കാരത്തിന്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അടക്കം ക്ഷമിച്ച തെറ്റ് തിരുത്താൻ അവസരം നൽകാൻ തയ്യാറായ സഖാക്കന്മാർ തൃശൂർ മേയർ പദവിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേയറുടെ നിലപാടുകൾ കാരണമാണ് തൃശൂരിൽ പാർട്ടി തോറ്റതെന്നും അതിനാൽ മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസ് സ്ഥാനമൊഴിയണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സഖാക്കന്മാർ രംഗത്തേക്കെത്തുകയാണ്. തൃശൂർ മേയറായിട്ടുള്ള MK വർഗീസിന്റെ നിലപാടുകൾ തൃശൂരിലെ പരാജയത്തിന് ഒരു കാരണമായെന്നും അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി വത്സരാജ് രംഗത്തെത്തി. രൂക്ഷ വിമർശനമാണ് വത്സരാജ് തൃശൂർ മേയർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മേയറുടെ BJP അനുകൂല നിലപാട് പ്രതിഷേധാർഹവും ആ നടപടി ശരിയല്ല എന്നും പറഞ്ഞ വത്സരാജ് മുൻ ധാരണാപ്രകാരം സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ തയ്യാറാകണം എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തൃശൂരിലെ പരാജയത്തിന് ഒരു കാരണം മേയറുടെ നിലപാടുകളാണെന്ന് പറഞ്ഞ വത്സരാജ് തുടർ നടപടികൾ മേയറുടെ നിലപാടറിഞ്ഞ ശേഷം ഉണ്ടാകുമെന്നും അറിയിച്ചു. എന്നാൽ CPIയുടെ രാജി ആവശ്യം താൻ അറിഞ്ഞിട്ടേയില്ല എന്നാണ് തൃശൂർ മേയർ പ്രതികരിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ട് മേയർ രംഗത്തെത്തിയതായിരുന്നു വലിയ ചർച്ചാ വിഷയമായത്. ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ BJPയിൽ പോകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് തൃശൂർ മേയർ MK വർഗീസ് പറയുകയും ചെയ്തിരുന്നു. വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത് എന്നതായിരുന്നു മേയർ പറഞ്ഞ വാക്കുകൾ. വികസനം നടത്താൻ തയ്യാറായാൽ കൂടെ നിൽക്കേണ്ടത് ഒരു മേയർ എന്ന രീതിയിൽ തന്റെ കടമയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആര് വികസനത്തിനൊപ്പം നിന്നാലും താൻ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്, പാർട്ടി നോക്കിയിട്ടല്ല. സുരേഷ് ഗോപിക്ക് വികസനത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. CPIയുടെ എതിർപ്പ് തന്നോട് പറഞ്ഞിട്ടില്ല എന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പറഞ്ഞ തൃശൂർ മേയറായിട്ടുള്ള MK വർഗീസ് എവിടെയോ ആരോ എന്തോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലും പ്രതികരിച്ചു. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇടതുമുന്നണിക്കുള്ളിൽ വലിയ തർക്കങ്ങളാണ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കരിവാരി തേച്ചും പരസ്പരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി.